ഇന്ന് അക്ഷയ തൃതീയ. ഈ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അക്ഷയപാത്രം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കലശ ചെമ്പുണ്ടെങ്കിൽ അതെടുക്കാം. അതിൽ മഞ്ഞൾ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പാത്രത്തിൽ ശ്രീം എന്നും സ്വസ്തിക് ചിഹ്നവും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം ആ പാത്രത്തിനകത്തേക്ക് 3 തവണ നമ്മൾ കല്ലുപ്പ് ഇടേണ്ടതാണ്. ഈ കല്ലുപ്പിന് മുകളിൽ മഞ്ഞളും കുങ്കുമവും ഇട്ട് ഈ പാത്രം നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള തുണിയോ അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള തുണിയോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു പട്ടു തുണിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊരു തുണി കിട്ടുകയാണെങ്കിലും സാരമില്ല, ആ ഒരു തുണി നിങ്ങൾ എടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഈ തുണിയിലേക്ക് ഇടണം. അതിൽ ആദ്യം നമ്മൾ അക്ഷത ഇടണം. മഞ്ഞൾ അതുപോലെ തന്നെ പച്ചരി ഇവ രണ്ടും കലർന്നതാണ് ഈ അക്ഷത എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഒരു പിഞ്ച് അളവിന് നമുക്ക് കല്ലുപ്പ് വെക്കാം. ഈ കല്ലുപ്പിനോടൊപ്പം ഒരു ജാതിക്കായ, അതിനോടൊപ്പം ഒരു രാജഗോമതി ചക്രം, കൂടാതെ ഒരു ചോഴി എടുക്കാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു ചോഴി, കുന്നിക്കുരു അത് 2 4 നമുക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിനു ശേഷം മഹാലക്ഷ്മി അംശം നിറഞ്ഞ ഗ്രാമ്പു 2 3 നമുക്ക് ഇടാം. ഇനി ഏലയ്ക്ക ഒരു 3 നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് താമര മണികളാണ് വേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വെള്ളി നാണയങ്ങളാണ്. വെള്ളിയുടെ എന്തുണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് വെള്ളി നാണയമോ അല്ലെങ്കിൽ വെള്ളിയുടെ കമ്മലോ മോതിരമോ ഉണ്ടെങ്കിൽ ഇടാം. ഇനി കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട 5 രൂപ നാണയത്തൊട്ടും നമുക്ക് ഇതിനോടൊപ്പം വെക്കാവുന്നതാണ്. മാത്രമല്ല ഇതിനു മുകളിലായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ജവ്വാത് പൊടി തൂകി ഇടേണ്ടതാണ്. വാസന എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവി ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നേരത്തെ നമ്മളൊരു വീഡിയോ ആയി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വർണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി സ്വർണം ഇല്ല എന്നിരിക്കെ മഞ്ഞൾ കഷ്ണം വെക്കാം. അതും ഇല്ലെങ്കിൽ സാരമില്ല, നമ്മൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കിഴി രൂപത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയോ ആ കല്ലുപ്പിനകത്തേക്ക് വെച്ച് അതിന് മുകളിൽ നമുക്ക് 8 നാണയത്തൊട്ടുകൾ വെക്കാം, അല്ലെങ്കിൽ 5 നാണയത്തൊട്ടുകൾ വെക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് 100 രൂപയെങ്കിലും നോട്ട് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മി പടത്തിന് മുന്നിലേക്ക് വെക്കാവുന്നതാണ്. ഇനി പച്ചരി നിരത്തിയ ഒരു തട്ടിലേക്ക് ഈ അക്ഷയപാത്രം ഇറക്കി വെച്ച് നിങ്ങളെ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ലക്ഷ്മി പടത്തിന് മുന്നിൽ വെക്കാം.